ഹായ് ഓൾ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസൈൻ ഓഫ് കോൺഗ്രസ് സ്ട്രക്ചേഴ്സ് 2ൻ്റെ ആദ്യത്തെ കുറച്ച് ഇൻട്രൊഡക്ഷൻസും അതേപോലെ തന്നെ IS-456ൻ്റെ യൂസേജ് എന്തുമാത്രം ഉണ്ട്, പിന്നെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് SP16 എങ്ങനെ യൂസ് ചെയ്യാം, അപ്പോൾ അതിൻ്റെ കുറച്ച് ചാർട്ട്സിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ആണ്, ഡിസൈൻ പ്രോബ്ലംസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും പ്രോബ്ലംസിനകത്തേക്ക് നോക്കാം. ഓക്കെ, അപ്പം പ്രോബ്ലംസ് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഈ പ്രോബ്ലംസ് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡിസൈൻ ഓഫ് കോളംസ് എന്ന് പറയുന്നത് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിനകത്തെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സെൻട്രിക്കലി ലോഡഡ് കോളത്തിനെയാണ് ആദ്യത്തെ രണ്ട് ക്ലാസിഫിക്കേഷനാക്കി മാറ്റിയിരിക്കുന്നത്. യൂണി ആക്സിയൽ കോളത്തിൻ്റെ ഡിസൈൻ നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വരുന്നതാണ് ബൈ ആക്സിയൽ കോളത്തിൻ്റെ ഡിസൈൻ. അപ്പം ഇതാണ് ആദ്യത്തെ രണ്ട് കേസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, രണ്ട് കാറ്റഗറി അല്ലെങ്കിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കോളത്തിൻ്റെ ഡിസൈനിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് പഠിക്കാനുണ്ട്. ഒന്ന് യൂണി ആക്സിയൽ കോളത്തിൻ്റെ ഡിസൈനും രണ്ടാമത്തത് ബൈ ആക്സിയൽ കോളത്തിൻ്റെ ഡിസൈൻ. ഇങ്ങനെ രണ്ട് കോളത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതേപോലെ തന്നെ മൂന്നാമത് വരുന്നത് ലോങ് കോളമാണ്. ലോങ് കോളം അല്ലെങ്കിൽ അതിനെ നമുക്ക് സ്ലെൻഡർ കോളം എന്ന് പറയാം. അപ്പം സ്ലെൻഡർ കോളത്തിൻ്റെ ഡിസൈൻ. അപ്പം ഇങ്ങനെ മൂന്ന് ക്ലാസിഫിക്കേഷനുള്ള കോളത്തിൻ്റെ ഡിസൈനാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ യൂണിയാക്സിയൽ കോളം ബൈ ആക്സിയൽ കോളം ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് യൂണിയാക്സിയൽ കോളം എന്താണ്, ബൈ ആക്സിയൽ കോളം എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കിക്കേ, ഇതൊരു കോളമാണ് അല്ലേ, ഒരു കോളത്തിൻ്റെ ഫിഗറാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് വൈ ആക്സിസും ഉണ്ട്, എക്സ് ആക്സിസും ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കേ, ലോഡ് പി എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ വൈ ആക്സിസിലേക്ക് കൂടിയാണ്. വൈ ആക്സിസ് ലൈൻ വരച്ചിരിക്കുന്നതിനകത്താണ് പി ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പം ആക്ച്വലി ഇത് രണ്ടോട് ജോയിൻ ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇത് രണ്ടുകൂടെ ജോയിൻ ചെയ്യുന്ന പോർഷൻ. ആക്ച്വലി ഇവിടെ ആയിരുന്നു ഒരു കോളം ആക്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിയലി ഡൗൺവേർഡ് ലോഡഡ് കോളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ആക്സിയലി ലോഡഡ് കോളം, അത് കോൺസെൻട്രിക് കോളം എന്ന് പറയാൻ പറ്റും. കോൺസെൻട്രിക് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആൻഡ് വൈ ആക്സിസിൻ്റെ ജോയിൻറ്റിൽ ലോഡ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കോൺസെൻട്രിക് കോളം എന്ന് പറയാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു കേസിൽ കോൺസെൻട്രിക് കോളം അല്ല, കറക്റ്റ് സെൻറ്ററിലല്ല ഈ ലോഡ് ആക്ട് ചെയ്യുന്നത്. വൈ എന്ന് പറയുന്ന ആക്സിസിൽ സെൻറ്ററിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ ലോഡ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഒരു പെർട്ടിക്കുലർ എക്സെൻട്രിസിറ്റി അത് വൈ ആക്സിസിലായതുകൊണ്ട് ഈ വൈ എന്ന് പറഞ്ഞ് എടുത്തേക്കുന്നു. സോ അപ്പം വൈ ആക്സിസിൽ ഇത്ര എക്സെൻട്രിസിറ്റി മാറി. എക്സെൻട്രിസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ഫ്രം ദി സെൻറ്ററാണ്. അപ്പോൾ രണ്ട് ആക്സിസോടെ കൂട്ടിമുട്ടുന്ന ആ സെൻറ്ററിൽ നിന്നും ഇത്ര ഡിസ്റ്റൻസ് മാറിയിട്ട് ആണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഇതിനെ നമ്മൾ പറയുന്നായിരുന്നു എക്സെൻട്രിക്കലി ലോഡഡ് കോളം എന്നാണ് നമ്മളിതിനെ പറയുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ഒരു പോയിൻറ്റുമായിട്ട് കണക്റ്റഡ് ആണ് യൂണി ആക്സിയൽ കോളവും ബൈ ആക്സിയൽ കോളവും. ഓക്കെ, അതുകൊണ്ടാണ് അത് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞത്. അപ്പോൾ യൂണിയാക്സിയൽ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ഡെഫിനിഷൻ യൂണിയാക്സിയൽ കോളത്തിൻ്റെത്. അപ്പോൾ യൂണിയാക്സിയൽ കോളം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ എക്സെൻട്രിക്കലി ലോഡഡ് കോളം തന്നെയാണ്. അതായത് വൈ ആക്സിസിൽ സെൻറ്ററിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറി, ആ ഡിസ്റ്റൻസ് എക്സെൻട്രിസിറ്റി ആണ്. സോ എക്സെൻട്രിസിറ്റി ഡിസ്റ്റൻസ് മാറി ആക്ട് ചെയ്യുന്ന കോളം അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ഉള്ള കോളം, അതിനെ പറയുന്ന പേരാണ് യൂണി ആക്സിയൽ കോളം എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു എക്സെൻട്രിസിറ്റി ഇവിടെ ഉള്ളത് കാരണം ഈ ഒരു സെൻറ്ററിലൊരു മൊമെൻ്റ് ഉണ്ടാകുന്നുണ്ട്. മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പി എന്ന് പറയുന്ന ലോഡ് കാരണമാണ് ഇവിടെ എന്തുണ്ടാകുന്നത്, മൊമെൻ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇക്വേഷൻ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ ഇ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെഫർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മൊമെൻ്റ് എടുക്കുന്നതാണ്ട് ഈ കറക്റ്റ് ഈ സെൻറ്റർ പോയിന്റിൽ മൊമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ മൊമെൻ്റ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സിന് ദാണ്ടേ ആ പോയിന്റിൽ വരെയുള്ള ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഇ വൈ. സോ ഇവിടുത്തെ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും, പി ഇൻറ്റു ഇ വൈ എന്ന് പറയാനായിട്ട് പറ്റും. ഈ ഒരു മൊമെൻ്റ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആ മൊമെൻ്റ് ആക്ട് ചെയ്യുന്നത് എക്സ് ആക്സിസിൻ്റെ അതിലേക്കൂടെയാണ് മൊമെൻ്റ് ആക്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് യൂണിയാക്സിയൽ കോളം ഡിസൈൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലോഡ് തരും
അതേപോലെ തന്നെ ഒരു മൊമെൻറ്റും തരും. അത് എക്സ് ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻ്റ് ആയിരിക്കും തരുന്നത്. ആ മൊമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എക്സെൻട്രിക്കലി ആക്ട് ചെയ്യുന്ന ലോഡും ആ ലോഡ് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് ആണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എക്സെൻട്രിസിറ്റിയും ചേർന്നിട്ടാണ് ആ മൊമെൻ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? സോ ഇതാണ് യൂണിയാക്സിയൽ കോളം. ഈ യൂണിയാക്സിയൽ കോളത്തിൻ്റെ ഡിസൈൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ യൂണിയാക്സിയൽ കോളം എന്താണ്? അപ്പം യൂണിയാക്സിയൽ കോളത്തിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിനകത്തൊരു ലോഡും ഉണ്ടാകും, പിന്നെ അതേപോലെ തന്നെ ഒരു മൊമെൻറ്റും ഉണ്ടാകും. അപ്പോൾ ആ മൊമെൻറ്റ് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ബൈആക്സിയൽ കോളത്തിലേക്ക് വരുന്നു. സോ ബൈആക്സിയൽ കോളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ഈ ഫിഗർ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു ബൈആക്സിയൽ കോളത്തിനകത്തേക്ക് വരുമ്പം ലോഡ് പി ആക്ട് ചെയ്യുന്നുണ്ട്. അത് ആക്സിയൽ ലോഡ് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ആ ലോഡ് ആക്ട് ചെയ്തിരിക്കുന്ന നോക്കിക്കേ, എക്സ് ആൻഡ് വൈ ആക്സിസ് അവിടെയുണ്ട്. ഇത് വൈ ആക്സിസ് ഉണ്ട്, ഇത് എക്സ് ആക്സിസ് ഉണ്ട്. ലോഡ് ആക്ട് ചെയ്തിരിക്കുന്നത് ഒരു എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ അല്ല. ഓക്കെ, അപ്പം ദാണ്ട് ഈ ഒരു പോയിന്റിലാണ് ലോഡ് ആക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലോഡിന് വൈ ആക്സിസിലേക്ക് ഒരു എക്സെൻട്രിസിറ്റി ഉണ്ട് ഇ വൈ, എക്സ് ആക്സിസിലേക്കും ഒരു എക്സെൻട്രിസിറ്റി ഉണ്ട് ഇ വൈ. അപ്പം ഈ ഒരു ബൈആക്സിയൽ കോളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ നേരത്ത് പി തരും. ഓക്കെ, അപ്പം ഈ പിക്ക് രണ്ട് എക്സെൻട്രിസിറ്റി ഉണ്ട്. മുന്നത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒറ്റ എക്സെൻട്രിസിറ്റി ഉണ്ടായിരുന്നുള്ള ആ ഒരു എക്സെൻട്രിസിറ്റി കാരണമാണ് മൊമെൻ്റ് ഉണ്ടാകുന്നത്. ഇവിടെ ഈ പിക്ക് ഇ വൈ എന്ന് പറഞ്ഞൊരു എക്സെൻട്രിസിറ്റി കാരണം ഒരു മൊമെൻ്റ് ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ എക്സ് എന്ന് പറയുന്ന ഒരു എക്സെൻട്രിസിറ്റി കാരണം പി കാരണം ഉണ്ടാകുന്ന ഒരു മൊമെൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പം എം എക്സ് ആൻഡ് എം വൈ, അപ്പം രണ്ട് ആക്സിസിലും എന്തുണ്ടാകുന്നുണ്ട്? മൊമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സെയിം ഫോഴ്സ് തന്നെ ഇപ്പം വൈ എടുക്കുമ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വൈ ആക്സിസിലേക്ക്, എക്സ് എടുക്കുമ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെ എക്സ് ആക്സിസിലേക്ക്. അപ്പം ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അപ്പോൾ ആ സെയിം ലോഡും രണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും കാരണം ഇവിടെ രണ്ട് മൊമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ തരുമ്പോൾ നമുക്കൊരു ലോഡും ഉണ്ടാകും, രണ്ട് മൊമെൻറ്റിൻ്റെ വാല്യൂവും ഉണ്ടാകും. സോ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും ദാറ്റ് ഇസ് ബൈആക്സിയൽ കോളം ആണ് എന്നുള്ളത്. നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ബൈആക്സിയൽ കോളം ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പം ബൈആക്സിയൽ എന്താണെന്ന് അറിയണം, യൂണിയാക്സിയൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കോളത്തിൻ്റെ ഡിസൈൻ എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മളുടെ കോളത്തിൻ്റെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ആദ്യത്തെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് സെമസ്റ്ററിൽ കോളത്തിൻ്റെ ഡിസൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് അതിൻ്റെ ഒന്ന് റിഫ്രഷിങ് പോലെ പറയുകയാണ്, കോളം ഇന്നതാണ്, അല്ലെങ്കിൽ കോളത്തിൻ്റെ ഡിസൈൻ എന്താണ്, കോളത്തിൻ്റെ ആക്സിയൽ ലോഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ അതിനകത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്, ലാറ്ററൽ ടൈസ് ഒക്കെ കൊടുക്കുന്നതൊന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. സോ നമ്മളുടെ ബൈആക്സിയൽ യൂണിയാക്സിയൽ എന്ന് പറയുന്നതിനകത്തേക്ക് കയറുന്നില്ല, ജസ്റ്റ് ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കിക്കേ. ആൻ RCC ഷോർട്ട് കോളം ഓഫ് സൈസ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് ഷോർട്ട് കോളം ലോങ് കോളം ആണ് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അതിനകത്തെ ഷോർട്ട് കോളം എന്ന് പറയുന്നതിനകത്താണ് ഈ യൂണിയാക്സിയൽ ആൻഡ് ബൈആക്സിയൽ എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത്. പിന്നെ ലോങ് കോളം സെപ്പറേറ്റ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഷോർട്ട് കോളത്തിനകത്താണ് യൂണിയാക്സിലും ബൈആക്സിലും വരുന്നത്. ലോങ് കോളം സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, an RCC short column of size 400 by 500 mm is carrying a factored load of 3000 kilonewton. Design the column assuming E minimum is less than 0.05 D. Use M25 concrete and Fe415 grade steel. Okay, അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു കോളം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് തന്നിട്ടുള്ളത് ഡയമെൻഷൻസ് ഉണ്ട്, അതിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ് തന്നിട്ടുണ്ട്, പിന്നെ അതിൻ്റെ എക്സെൻട്രിസിറ്റി മിനിമം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറയുന്നത് യൂസ് M25 ഗ്രേഡ് കോൺക്രീറ്റും Fe415 ഗ്രേഡ് സ്റ്റീലുമാണ് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ എടുത്തെഴുതുക എന്നുള്ളതാണ്. അപ്പം ക്വസ്റ്റ്യൻ നോക്കിക്കേ, ബി എന്ന് പറയുന്ന സാധനം, അതായത് വിഡ്ത്ത് ഓഫ് ദി കോളം തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 400, ആൻഡ് ഡെപ്ത് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 500. ദെൻ PU അതിനകത്ത് ആക്ട് ചെയ്യുന്ന ആക്സിയൽ ലോഡ് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് 300 kilonewton എന്നാണ് പറയുന്നത്. നമുക്കതിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തു. പിന്നെ ഫാക്ടേർഡ് ലോഡാണ്. ഫാക്ടേർഡ് ലോഡ് അല്ല എന്നുണ്ടെങ്കിൽ
PU ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എത്രയാണോ P തരുന്നത് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഈ മിനിമം അതായത് എക്സെൻട്രിസിറ്റി മിനിമം ഈസ് ലെസ് ദാൻ 0.05D, അതൊരു കണ്ടീഷനാണ്. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടീഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ആക്സിയൽ ലോഡിനൊരു ഇക്വേഷൻ ഉണ്ട്, PUവിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമുക്ക് യൂസ്ഫുൾ അല്ലെങ്കിൽ നമുക്കതിനെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ ആ കണ്ടീഷൻ തന്നിരിക്കുന്നത്, PUവിന് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം എന്ന് പറയാൻ വേണ്ടിയിട്ട്. FCK പറയുന്നുണ്ട്, FY പറയുന്നുണ്ട്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിനെടുത്ത് ഫസ്റ്റ് അതേപോലെ എടുത്തെഴുതി. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാനായിരുന്നു. സോ ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്ന കണ്ടീഷൻ ഇതായിരുന്നു, ഇ മിനിമം ഈസ് ലെസ് ദാൻ 0.05D. സോ ദ ഫാക്ടേർഡ് ലോഡ് PU എന്ന് പറയുന്ന ഇക്വേഷൻ 0.4 FCK AC പ്ലസ് 0.67 FI ASC. ഇത് നമ്മുടെ IS 456-2000 എന്ന് പറയുന്ന കോഡിനകത്ത് പേജ് നമ്പർ 71 കിടക്കുന്ന ഇക്വേഷനാണ്. ഈ ഇക്വേഷനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളോട് ആ ഒരു കണ്ടീഷൻ ഡിഫൈൻ ചെയ്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടീഷൻ അത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. AC എന്ന് പറയുന്നത് ഈസ് ഏരിയ ഓഫ് കോൺക്രീറ്റ് ആണ്. FCK നമുക്ക് തന്നിട്ടുണ്ട്, FI തന്നിട്ടുണ്ട്, ASC ഏരിയ ഓഫ് സ്റ്റീൽ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ASC ആണ് കണ്ടുപിടിക്കുന്നത്, ഏരിയ ഓഫ് സ്റ്റീൽ. അപ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയാത്ത ഒരു വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് AC ആണ്. കാരണം PUവിൻ്റെ വാല്യൂ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, ACയുടെ വാല്യൂ അറിയില്ല, ACക്ക് നമുക്ക് എന്താണ് എന്നറിയില്ല. സോ അതുകൊണ്ട് ACയെ നമുക്ക് AG മൈനസ് ASC എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഏരിയ ഓഫ് കോൺക്രീറ്റ്. ഏരിയ ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺക്രീറ്റ് സെക്ഷൻ ഉണ്ടാവും, ഒരു ഫുൾ കോൺക്രീറ്റ് സെക്ഷൻ. ആ ഒരു ഫുൾ കോൺക്രീറ്റ് സെക്ഷനകത്ത് സ്റ്റീൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ആർക്ക് മാത്രമാണ്? കോൺക്രീറ്റ് മാത്രമാണ്. സോ അതിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇക്വേഷനാണിത്. അതായത് ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ഇതാണ്, ഒരു ഫുൾ കോൺക്രീറ്റ് അതായത് ഒരു ക്രോസ് സെക്ഷൻ, അതായത് ക്രോസ് സെക്ഷനെ സപ്പോസ് ഇപ്പോൾ നമ്മളിപ്പോൾ എടുക്കുകയാണ് 300/400 എന്ന് പറയുന്ന ക്രോസ് സെക്ഷൻ. അപ്പം ഇതിനെ നമുക്ക് AG എന്ന് പറയാം, ഗ്രോസ് ഏരിയ എന്ന് പറയാം. ഒരു കോളത്തിൻ്റെ ഗ്രോസ് ഏരിയ. ആ ഗ്രോസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റീൽ ഇടും, ASC പ്ലസ് ASC ഇട്ട് കഴിഞ്ഞാൽ, അതായത് സ്റ്റീൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്ന കോൺക്രീറ്റ് ആയിരിക്കും, AC. സോ ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിന്നാണ് ഈ ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. നമുക്ക് അറിയേണ്ടത് ACയുടെ വാല്യൂ ആണ്, ദാറ്റ് ഈസ് AG മൈനസ് ASC ആണത്. ഓക്കെ, ഇവിടെ AG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് കൊടുക്കേണ്ടത്, ദാറ്റ് ഈസ് 400/500. നമുക്കതിനെ ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? AG മൈനസ് ASC ആണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ AG എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ കിട്ടിയ വാല്യൂ മൈനസ് ASC. ഇനി നമ്മൾ നേരത്തെ പഴയ ഇക്വേഷനകത്തേക്ക് തന്നെ തിരിച്ചു പോവുക. PUവിൻ്റെ ഇക്വേഷൻ അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ACയുടെ വാല്യൂ. അപ്പം PU തന്നിട്ടുണ്ട് 3000 × 10⁻³ is equal to 0.4. FCK is 25. AC എന്ന് പറഞ്ഞാൽ ദാണ്ടേ, AC എന്ന് പറയുന്നതാണ്ട് ഈ ഒരു വാല്യൂവിനെ നമ്മളിവിടേക്ക് റീപ്ലേസ് ചെയ്ത് എഴുതി, പ്ലസ് പിന്നെന്താണ് 0.67 FY ദാറ്റ് ഇസ് 450 ASC. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇവിടെ ആകെപ്പാടെ അൺനോൺ ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് ASC മാത്രമാണ്. ഇവിടെ ഒരു ASC ഉണ്ട്, ഇവിടെ ഒരു ASC ഉണ്ട്. അപ്പം നമ്മൾ ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് നമ്മൾ എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു? ASCയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ആ ASCയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷനാണ്, നമ്മൾ ഓരോ സ്റ്റെപ്പിൽ ചെയ്തു. ഇവിടെ അതേപോലെ എടുത്ത് എഴുതി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്ത് എഴുതിയ ഇക്വേഷനാണ്. ആ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഫൈനലി ആറ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റി, ASCയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റി. ASC എന്ന് പറയുന്നത് എന്തുമാത്രം സ്റ്റീലിൻ്റെ പെർസെൻറ്റേജ് ആണ്. സ്റ്റീലിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം പെർസെൻറ്റേജ്, എത്ര ഏരിയ ഓഫ് പെർസെൻറ്റേജ് സ്റ്റീൽ അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ ASC എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ആൻസർ കിട്ടി 3730.647 mm². ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്, സ്റ്റീല് കിട്ടി പക്ഷെ എത്ര നമ്പർ ഓഫ് ബാർസ് പ്രൊവൈഡ് ചെയ്യണമെന്നറിയില്ല. സോ അസ്യൂം 25 mm ഡയമീറ്റർ ബാർ. ഓക്കെ,
അപ്പം അതിനകത്ത് നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ASC ഡിവൈഡഡ് ബൈ A5 ആണ്. തൊട്ട് മുന്നിലേക്ക് നോക്കുക. A5 എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഡയമീറ്ററിലുള്ള സ്റ്റീലാണോ എടുത്തത് അതിൻ്റെ ഏരിയ, ഒരു സ്റ്റീലിൻ്റെ ഏരിയ, ദാറ്റ് ഇസ് 5/4 × 25 ദി ഹോൾ സ്ക്വയർ. സോ അത് കിട്ടി 490 mm². ദെൻ നമ്പർ ഓഫ് ബാർസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഏരിയ ഓഫ് സ്റ്റീൽ എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ASC ബൈ A5. ASC തൊട്ട് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് ഡിവൈഡഡ് ബൈ A5. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബാർ എന്ന് പറയുന്നത് 7.6 കിട്ടി. നമ്മളതിനെ റൗണ്ട് ചെയ്ത് 8 ആക്കി. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചുകൊള്ളുക, നമ്മളിങ്ങനെ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഓഡ് നമ്പേഴ്സ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തൊട്ടടുത്തുള്ള ഈവൻ നമ്പറിലേക്ക് നമ്മളതിനെ റൗണ്ട് ചെയ്ത് എഴുതാനായിട്ട് ട്രൈ ചെയ്യുക. നമുക്ക് എപ്പോഴും ഈവൻ നമ്പറാണ് പ്രിഫറബിൾ ഫോർ നമ്പർ ഓഫ് ബാർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രൊവൈഡ് 8 നമ്പർ ഓഫ് 25 mm ഡയമീറ്റർ ബാർ. ഇതാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാറ്ററൽ ടൈസ്. ഓക്കെ, ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലാറ്ററൽ ടൈസിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. സെയിം അതേപോലെ തന്നെയാണ് ലാറ്ററൽ ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയമീറ്ററും ഫിക്സ് ചെയ്യണം, അതേപോലെ തന്നെ പിച്ചും ഫിക്സ് ചെയ്യണം. സോ ഡയമീറ്റർ ഓഫ് ടൈസ് എന്ന് പറയുന്നത് ഈ രണ്ട് പറഞ്ഞിരിക്കുന്ന വാല്യൂവിനെക്കാട്ടിലും ചെറുതായി പോകാനായിട്ട് പാടില്ല. അതിനകത്ത് ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് എന്താണ്, 1/4 ഓഫ് 25. 1/4 ഓക്കെ, ഒരു കോൺസ്റ്റൻ്റ് ആണ്. എന്താണ് 25? 25 എന്ന് പറയുന്നത് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ബാറിൻ്റെ സൈസ്. ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് 25 mm ഡയമീറ്റർ ബാറായിരുന്നു. സോ 1/4 × 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 6.25 mm. ഈ 6 mm അതൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഈ രണ്ടെണ്ണത്തിനെക്കാട്ടിലും ഒരു കാരണവശാലും ചെറുതായി പോകരുത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ബാർ ഏതാണ്, 8 mm ഡയമീറ്റർ ബാർ. ദെൻ പിച്ച് എന്ന് പറയുന്നത്, പിച്ച് ഓഫ് ദി ടൈസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ദി ഫോളോയിങ്. ഈ പറയുന്നതിനേക്കാളും ചെറുതായി പോകരുത്. എന്തൊക്കെ അവിടെ ഈ 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്ന് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ടെണ്ണം പറയുന്നത്, ഒന്ന് ബിയും ഡിയുമാണ്. 400/500 ആണ് കോളം. അതിനകത്ത് ഏറ്റവും ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് 400 ആണ്. സോ 400 കൺസിഡർ ചെയ്തു. ദെൻ രണ്ടാമത്തെന്ന് പറയുന്നത് 16 ടൈംസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. 16 ടൈംസ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് നമ്മളിവിടെ എടുത്തത് ആരെയാണ്, 25-നെയാണ്. സോ 16 × 25 ഈസ് ഈക്വൽ ടു അഗൈൻ 400. ദെൻ 300 അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഈ മൂന്നെണ്ണത്തിനെക്കാട്ടിലും ചെറുതായി പോകരുത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മിനിമം വാല്യൂ ഓക്കെ അങ്ങനെ നോക്കിയാൽ മതി. നമ്മൾ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ എന്നൊന്നും പറയണ്ട. നമ്മൾ ഈ ഒരു എണ്ണത്തിനകത്തെ മിനിമം വാല്യൂവിനെ നമ്മൾ എന്തായിട്ട് ഫിക്സ് ചെയ്യുക, നമ്മുടെ ലാറ്ററൽ ടൈസ് ആയിട്ട് ഫിക്സ് ചെയ്യുക. സോ ഇതിനകത്ത് ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 300 mm. സോ നമ്മളിവിടെ പറയുന്നത് പ്രൊവൈഡ് 8 mm ഡയമീറ്റർ അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ. അതാണ് നമ്മൾ ലാറ്ററൽ ടൈസ്, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ പരസ്പരം കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ബാർ. ഓക്കെ, അപ്പം ഇതവിടെ ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. ക്രോസ് സെക്ഷനകത്ത് കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ ആണ്. അതിനകത്ത് നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് 8 എണ്ണം ഉണ്ടായിരുന്നു. സോ അപ്പോൾ 8 എണ്ണം, അപ്പോൾ നമുക്കറിയാം ഒരു റെക്റ്റാങ്കുലർ കോളമാണ് എന്നുണ്ടെങ്കിൽ 4 എണ്ണമാണ് മിനിമം പറയുന്ന റീഇൻഫോഴ്സ്മെൻറ്റ്, ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ അത് സേഫ് ആണോ നോക്കുക. നമുക്ക് കിട്ടിയത് 8 ആണ്. സോ സേഫ് ആണ്. 4 എണ്ണമായിരുന്നു വേണ്ടത്, നമുക്ക് 8 എണ്ണം കിട്ടി. ഈ 8 എണ്ണത്തിനെ എങ്ങനെ പ്രൊവൈഡ് ചെയ്യും? അപ്പം എന്താ ചെയ്യേണ്ടത്, കോർണേഴ്സിലെല്ലാം ആദ്യം ബാറിനെ പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് ഇതാണ്ട് ഈ ഒരു കോർണർ, ഫസ്റ്റ് ബാർ, സെക്കൻഡ് ബാർ, തേർഡ് ബാർ, ഫോർത്ത് ബാർ. അപ്പം 4 കോർണേഴ്സിൽ 4 എണ്ണമായി. 4 എണ്ണം കഴിഞ്ഞ് ഇനി ഒരു 4 എണ്ണം കൂടെ വേണം. ഇനി അതിന് എന്തിൽ കൊടുക്കുക, സെൻറ്റേഴ്സിൽ കൊടുക്കുക. ഓരോ സൈഡിലെയും സെൻറ്റേഴ്സിൽ കൊടുക്കുക. ഫസ്റ്റ് ഇവിടെ 5ാമത്തെ ബാർ, 6ാമത്തെ ബാർ, 7ാമത്തെ ബാർ, 8ാമത്തെ ബാർ. ഓക്കെ, അപ്പോൾ 8 എണ്ണം നമ്മൾ പ്രൊവൈഡ് ചെയ്തു. 25 mm ഡയമീറ്ററിൻ്റെ 8 എണ്ണം ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തു. അതാണ് അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, പരസ്പരം കണക്ട് ചെയ്യുന്ന ഈ ബാസിനെ കണക്ട് ചെയ്യുന്ന ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യണം. ഈ ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമുക്ക് പല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഫിഗർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു.
സോ ആ ഷേപ്പിൽ ഇപ്പോൾ 1 ലെഗ്ഡ് ബാസ് 2 ലെഗ്ഡ് ബാസ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. സോ ആ രീതിയിൽ വേണം ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റ് നോക്കുക, ഇതാണ്ടേ ഈ പുറത്തെ എല്ലാ ബാസിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു ടൈ ബാർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിവിടെ ദാണ്ട് ഈ ഒരു കോർണറിൽ കൊണ്ടുവന്ന് ആങ്കർ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. നടുക്കത്തെ എല്ലാത്തിനെയും കൂടെ കണക്ട് ചെയ്തിട്ടാണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെ ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ആങ്കറിങ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പം ഇത് 8 mm ഡയമീറ്റർ അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ ലാറ്ററൽ ടൈസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് മാത്രമാണ്, നമ്മൾ കഴിഞ്ഞ് പഠിച്ച അതേ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം മാത്രം. ആക്ച്വലി നമ്മളുടെ സിലബസിലേക്ക് നമ്മളിനി ജസ്റ്റ് കയറാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മളുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് യൂണി ആക്സിയൽ കോളംസ് ആണ്. അപ്പോൾ യൂണി ആക്സിയൽ കോളം ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഡേറ്റാസ് എടുത്ത് എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ ആൻഡ് മിനിമം എക്സെൻട്രിസിറ്റി കാൽക്കുലേഷൻ. ഓക്കെ, അപ്പം ഇവിടെ പറയുന്ന ഒരു കാര്യം ഒരു എക്സെപ്ഷണൽ കേസാണ് പറയുന്നത്. ഇഫ് ദി ഹൈറ്റ് ഓഫ് ദി കോളം ഈസ് ഗിവൺ, നമുക്ക് കോളത്തിൻ്റെ ഹൈറ്റ് 5 മീറ്റർ ആണ്, 3 മീറ്റർ ആണ്, ഇങ്ങനെ പറയുന്ന കേസ്, അപ്പം കോളത്തിൻ്റെ ഹൈറ്റ് തരുന്ന കേസിൽ മാത്രം നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ ആൻഡ് മിനിമം എക്സെൻട്രിസിറ്റി കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് നിന്നാൽ മതി. അല്ലാത്ത ഒരു കേസിൽ നമുക്ക് ഈ സെക്കൻഡ് സ്റ്റെപ്പിന് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പാണ്. ആൻഡ് തേർഡ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഫാക്ടേർഡ് ലോഡ് മൊമെൻറ്റ്. ഓക്കെ, ഫാക്ടേർഡ് ലോഡ് മൊമെൻറ്റ്, അതായത് ഫാക്ടേർഡ് ലോഡ് മൊമെൻറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഫാക്ടേർഡ് ആയിട്ടുള്ള ലോഡ്സ്, ഫാക്ടേർഡ് ലോഡ് അല്ലാന്നുണ്ടെങ്കിൽ ലോഡിനെ ഫാക്ടേർഡ് ആക്കുക, മൊമെൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ മൊമെൻറ്റ് ആക്കുക. കാരണം യൂണി ആക്സിയലിനകത്ത് ഒരു മൊമെൻറ്റും ഒരു ലോഡുമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ അതിനെ ഫാക്ടേർഡ് ആക്കുക. ദെൻ നാലാമത്തെ എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ PU by FCK BD ആൻഡ് സെക്കൻഡ് വൺ MU by FCK BD സ്ക്വയർ. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വേണ്ടത്, ഇതിൻ്റെ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ SP16 ചാർട്ട്, നമുക്ക് കോളത്തിൻ്റെ ഡിസൈൻ ആവശ്യമായിട്ട് വേണ്ടത് SP16 ചാർട്ടുണ്ട്. ഈ ചാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ഈ ചാർട്ടിൻ്റെ ആവശ്യം വരുന്നത് ഇതിൻ്റെ കാൽക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ D' by D വാല്യൂസ് കറസ്പോണ്ടിങ് ടു ദ വാല്യൂ ഓഫ് D' by D ആൻഡ് FY സെലക്ട് എ ചാർട്ട്. ഇപ്പം നമ്മളോട് പറയുന്നത് നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള വാല്യൂസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാകും, അത് കണ്ടുപിടിക്കുക. അതിനുശേഷം ഒരു D' by D വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. ഈ D' by D വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചാർട്ട് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, D' by Dക്കും അതേപോലെ തന്നെ FY, ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ, അതിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഒരു ചാർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. ദെൻ കറസ്പോണ്ടിങ് ടു ദ വാല്യൂ ഓഫ് PU by FCK BD ആൻഡ് MU by FCK BD സ്ക്വയർ ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് P by FCK. അപ്പം ഈ രണ്ട് നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് P by FCK എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ സെലക്ട് ചെയ്ത് ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കുക. ദെൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ASC. പിന്നെ പറയുന്നത് ASCയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ASCയുടെ വാല്യൂ P, സ്മോൾ p ആണിത്, P ഇൻറ്റു AG. AG എന്ന് പറയുന്നത് ഗ്രോസ് സെക്ഷണൽ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്, ഡിവൈഡഡ് ബൈ 100. ഓക്കെ, P ഇൻറ്റു AG ഡിവൈഡഡ് ബൈ 100. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീറ്റെയിലിംഗ്. ഓക്കെ, ഇത്രയുമാണ് നമ്മളോട് സ്റ്റെപ്പ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആകെപ്പാടെ നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സും D' by Dയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചാർട്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റെപ്സുകൾ, അതായത് ഇപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്, ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ്, അതെല്ലാം തൊട്ട് മുന്നേ പഠിച്ച അല്ലെങ്കിൽ അതേ മോഡലിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റും ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റും ഒക്കെ ചെയ്യുന്നത് നമ്മൾ നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കുക, പിന്നെ ലാറ്ററൽ ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയമീറ്റർ, പിച്ച്, ഇതെല്ലാം നമ്മൾ പഴയ ക്വസ്റ്റ്യൻ്റെ അതേപോലെ തന്നെ ജസ്റ്റ് ആ നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സും ചാർട്ടിൻ്റെയും കാര്യം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ എ റെക്ടാങ്കുലർ കോളം ഓഫ്
size 300 by 600 mm, subjected to a factored load of 1400 kilonewton and a factored moment of 280 kilonewton meter with respect to major axis. Assume FCK is equal to 20 Newton per mm square and Fy is equal to 450 Newton per mm square. Okay. ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഓക്കെ, ഇപ്പം ഇതിനകത്തൊന്ന് പറഞ്ഞേക്കുന്നത് ഒരു റെക്റ്റാങ്കുലർ കോളം, അതിൻ്റെ സൈസ് പറയുന്നുണ്ട്, അത് എന്തുമാത്രം ഫാക്ടേർഡ് ലോഡിനെ സബ്ജക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ഒരു ഫാക്ടേർഡ് മൊമെൻറ്റ്, രണ്ടും ഫാക്ടേർഡാണ്, നമ്മൾ ഫാക്ടേർഡ് ആക്കാനായിട്ട് ഇനി നിൽക്കണ്ട. സോ രണ്ടും പറയുന്നുണ്ട്. ദെൻ പിന്നെ പറയുന്നത് എഫ് സി കെയും എഫ് ഐയും പറയുന്നുണ്ട്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങളെ ഫസ്റ്റ് എടുത്ത് എഴുതുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 1. ബി 300, ഡി 600, പി യു 1400 kilonewton, എം യു എക്സ് മേജർ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ്, അതുകൊണ്ടാണ് എം യു എക്സ് 280 kilonewton മീറ്റർ, എഫ് ഐ 450 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ, എഫ് സി കെ 20 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പഠിച്ചതിനകത്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് ആക്ച്വലി നമുക്ക് വരുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതിവിടെ വേണ്ട, കാരണം ഹൈറ്റ് ഓഫ് ദി കോളം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല. സോ അത് തരാത്തത് പക്ഷെ നമുക്കത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആ സ്റ്റെപ്പിനെ സ്കിപ്പ് ചെയ്യാം. പിന്നെ വരുന്ന സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് പി യു ബൈ എഫ് സി കെ വി ഡിയും സെക്കൻഡ് എന്ന് പറയുന്നത് എം യു ബൈ എഫ് സി കെ വി ഡി സ്ക്വയറുമാണ്. ഓക്കെ, പി യു ബൈ എഫ് സി കെ ബി ഡിക്കകത്ത് പി യു നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 1400 കിലോ ന്യൂട്ടൺ എന്നാണ് തന്നേക്കുന്നത്. നമുക്കതിനെ ഇവിടെ ന്യൂട്ടണിലേക്ക് മാറ്റണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് സി കെ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പി യുവിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുന്നത്, ന്യൂട്ടണിലേക്ക് മാറ്റുന്നത്. സോ പി യു എന്ന് പറയുന്നത് 1400 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ എഫ് സി കെ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 20, ബി എന്ന് പറയുന്നത് 300 ആൻഡ് ഡി എന്ന് പറയുന്നത് 600. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു പോയിൻ്റ് ആൻസർ ആണ്, അതായത് പോയിൻ്റ് വെച്ചിട്ടുള്ള ആൻസർ ആണ്. 0.388 എന്ന് പറയുന്നതാണ് പി യു ബൈ എഫ് സി കെ ബി ഡിയുടെ ആൻസർ. നെക്സ്റ്റ് നോൺ ഡയമെൻഷണൽ പാരാമീറ്റർ എന്ന് പറയുന്നത് എം യു ബൈ എഫ് സി കെ ബി ഡി സ്ക്വയർ ആണ്. സോ അതിനകത്ത് എം യു എന്ന് പറയുന്നത് 280 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നാണ്. ഓക്കെ, എന്താണ് 280 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നാണ്. സോ നമുക്കതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 280 ഇൻറ്റു 10⁻⁶ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ന്യൂട്ടൺ എന്താവും, എം എമ്മിലേക്ക് കൺവേർട്ട് ആവും. സോ അത് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, 280 ഇൻറ്റു 10⁻⁶. ദെൻ താഴെ എഫ് സി കെ എന്ന് പറയുന്നത് 20, ബി എന്ന് പറയുന്നത് 300, ഡി എന്ന് പറയുന്നത് 600 സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 0.1296 എന്ന ആൻസർ കിട്ടി. നെക്സ്റ്റ് വേണ്ടത് ഡി ഡാഷ്. ഓക്കെ, അപ്പം ഡി ഡാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കോളത്തിൻ്റെ ഇവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇവിടം വരെയുള്ള ഡെപ്തിനെ നമ്മൾ പറയുന്ന പേരാണ് എഫക്റ്റീവ് ഡെപ്ത്. സോ ഇവിടം തൊട്ട് താഴോട്ട് വരുന്ന ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ആ ഒരു സ്പേസിങ് അല്ലെങ്കിൽ ഒരു അതിൻ്റെ നമ്മൾ പറയുന്ന പേരാണ് ബോട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്ലിയർ ആയിട്ട് വരുന്ന ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത്, മിനിമം ഒരു കോളത്തിൻ്റെതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും 40 mm കുറയാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പം എഫക്റ്റീവ് ഡെപ്ത് ആണ്. സോ എഫക്റ്റീവ് ഡെപ്ത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് കോളത്തിൻ്റെ കേസിൽ നമ്മുടെ ആ ഒരു സ്പേസിങ്, ബോട്ടത്തിൽ നിന്നുള്ള സ്പേസിങ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും 40 mm താഴാനായിട്ട് പാടില്ല. എപ്പോഴും 40 mm കൂടുതൽ വേണം എടുക്കാൻ. 40 mm ആണ് മിനിമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മിനിമം ഡി ഡാഷ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 40 mm. സോ നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ഡാഷ് ബൈ ഡി ആണ് വേണ്ടത്. ഡി ഡാഷ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു 40 ആണെന്ന്. ഒരിക്കലും 40 മിനിമം ആണ്, ഒരിക്കലും 40 കുറയാനായിട്ട് പാടില്ല. 40 കൂടുതൽ എത്ര വേണമെങ്കിലും എടുക്കാം. സോ ഇവിടെ ഒന്നുകിൽ 40 എടുക്കാം,
അല്ല എന്നുണ്ടെങ്കിൽ 50 എടുക്കാം, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ 60 എടുക്കാം. സോ ആ റേഞ്ചിൽ എടുത്തു പോകാം. ഇവിടെ എടുത്തേക്കുന്നത് എത്രയാണ്? 60 mm ആണ്. ഓക്കെ, ദെൻ ഡി ഡാഷ് ബൈ ഡി ചെയ്യുന്നു. 60/600 ആണ് ഡി. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 0.1. ഇനി എഫ് വൈ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 450 Nm/mm² ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഡി ഡാഷ് ബൈ ഡിക്കും അതേപോലെ തന്നെ എഫ് വൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ചാർട്ട് സെലക്ട് ചെയ്യാനാണ്. അതായത് നമുക്കറിയാം SP16 നമുക്ക് കുറേ ഏറെ ചാർട്ടുണ്ട് അല്ലേ? SP16 കുറേ ചാർട്ടുണ്ട്. ആ ചാർട്ടിനകത്ത് നമ്മൾ നോക്കുക, നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മുടെ ക്രോസ് സെക്ഷൻ നോക്കുക. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനിലുള്ള ചാർട്ട് മാത്രമേ നമ്മൾ നോക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ കണ്ടീഷൻ, ഡി ഡാഷ് ബൈ ഡി എന്ന് പറയുന്നത് 0.1 ഉള്ള ചാർട്ടും അതേപോലെ തന്നെ എഫ് വൈ എന്ന് പറയുന്നത് എന്താണ് 415 ആയിട്ടുള്ള ചാർട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ഉള്ള ചാർട്ട് സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ സെലക്ഷന് വേണ്ട പാരാമീറ്റർ ഡി ഡാഷ് ബൈ ഡിയുടെ വാല്യൂ 0.1ഉം എഫ് വൈയുടെ വാല്യൂ 415ഉമായിട്ടുള്ള ചാർട്ട് സെലക്ട് ചെയ്യുക. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ വേണ്ടത് റെക്റ്റാങ്കുലറിനകത്തും അതേപോലെ തന്നെ ഡി ഡാഷ് ബൈ ഡി 0.1ഉം എഫ് വൈ 415 ആയിട്ടുള്ള ചാർട്ടിനകത്ത് രണ്ട് രീതിയിൽ ഉള്ള ചാർട്ട് ഉണ്ടാകും. അതിനകത്ത് ഫസ്റ്റ് കേസ് പറയുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ രണ്ട് സൈഡിൽ മാത്രം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, 2 സൈഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷനും. അപ്പം രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ 4 സൈഡിലും റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. ഓക്കെ, അപ്പം ഒരു ചാർട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണോ എന്ന് നോക്കുക, ഡി ഡാഷ് ബൈ ഡി 0.1ഉം എഫ് ഐ 415ഉമായിട്ടുള്ള ഒരു ചാർട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ തന്നെ രണ്ട് ചാർട്ട് കാണും. അതിനകത്ത് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് 2 സൈഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷനും രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 4 സൈഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷനും. അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമുക്കൊരു ചാർട്ട് സെലക്ട് ചെയ്യാൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെക്റ്റാങ്കുലർ ആണോ ഈ സാധനം നോക്കുക. മൂന്നാമത്തെ കണ്ടീഷൻ ഡിസൈൻ ചെയ്യുന്ന ഒരാളുടെ ഇഷ്ടം പോലെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പം ഒരാൾക്ക് 2 സൈഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ചാർട്ടാണ് സെലക്ട് ചെയ്യാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ആ ചാർട്ട് വെച്ചിട്ട് ഫോളോ ചെയ്യുക. ദെൻ ഒരാൾക്ക് 4 സൈഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡിസൈൻ ഫോളോ ചെയ്യുക. അതായത് ഡിസൈൻ ചെയ്യുന്ന ആളുടെ ഇഷ്ടം അനുസരിച്ചാണ് 2 സൈഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണോ 4 സൈഡ് വേണോ എടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 സൈഡ് ആണെന്നുണ്ടെങ്കിൽ 2 സൈഡിൽ മാത്രമേ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. 4 സൈഡ് ആണെങ്കിൽ 4 സൈഡും റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്രൊവിഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത് ഡിസൈൻ ചെയ്യുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ അത് എക്സാമിന് എടുത്ത് പറയുകയാണെങ്കിൽ മാത്രം അത് ഫോളോ ചെയ്താൽ മതി. അതായത് ഇപ്പം എക്സാമിന് എടുത്ത് പറയുകയാണെങ്കിൽ 2 സൈഡ് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ 2 സൈഡ് എടുക്കാൻ പാടുള്ളൂ. 4 സൈഡാണ് എടുക്കേണ്ടത്, സോ 4 സൈഡ് എടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷേ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ചാർട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ചാർട്ട് ഇതിൽ ചൂസ് ചെയ്തിരിക്കുന്നത് 44 ആണ്. SP16 44 നമ്പർ 44 ചാർട്ടാണ് എടുത്തേക്കുന്നത്. ആ ചാർട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം 44 ചാർട്ട് നമുക്കപ്പോൾ അതിൻ്റെ മുകളിൽ കിടക്കുന്ന പേരുകൾ നോക്കാം. കംപ്രഷൻ വിത്ത് ബെൻഡിങ് എന്ന് പറയുന്നതാണ് എല്ലാ ചാർട്ടിൻ്റെയും പേര്. അതിനകത്ത് റെക്റ്റാങ്കുലർ ആണ് നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷൻ. റീഇൻഫോഴ്സ്മെൻറ്റ്സ് ആർ ഈക്വലി പ്രൊവൈഡ് ഇൻ 4 സൈഡ്സ്. 4 സൈഡ്സും റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ചാർട്ടിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ എഫ് ഐ എന്ന് പറയുന്നത് 450ഉമാണ്, ഡി ഡാഷ് ബൈ ഡി എന്ന് പറയുന്നത് 0.1ഉമായുള്ള ചാർട്ടാണ്. ഇവിടെ അതിൻ്റെ ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. ക്രോസ് സെക്ഷൻ കാണിച്ചിട്ട് 4 സൈഡും റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ ഏരിയ ഓഫ് സ്റ്റീലിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് സ്റ്റീലിൻ്റെ ഇക്വേഷൻ ഒരാൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. PBD ഡിവൈഡഡ് ബൈ 100 ആണ്. നമ്മളത് സ്റ്റെപ്പ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. PAG ബൈ 100 എന്നാണ് അന്നേരം പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് AG എന്ന് പറയുന്നത് ഒരെണ്ണത്തിൻ്റെ ഗ്രോസ് ഏരിയ ആണ്. അവിടെ അതെന്താണ് B/D വരും. ഡിവൈഡഡ് ബൈ 100 എന്നായിരിക്കും ഇക്വേഷൻ. 100 എന്നായിരിക്കും ഇക്വേഷൻ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ക്രോസ് സെക്ഷനും കാര്യങ്ങളും ഒക്കെ. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് ഈ ചാർട്ടിനെ നോക്കേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്.
ഇവിടെ നോക്കിയാൽ മതി. ഇതാണ്ട് ഇവിടെ എന്താണ്, ഇവിടെ പി യു ബൈ എഫ് സി കെ ബി ഡിയുടെ വാല്യൂസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ വരുന്നത് എന്താണ്, ഇതാണ് ബോട്ടം പോർഷൻ എം യു ബൈ എഫ് സി കെ ബി ഡി സ്ക്വയറിൻ്റെ വാല്യൂ. അപ്പം ഇതാണ്ട് വൈ ആക്സിസ് എന്ന് പറയാം. വൈ ആക്സിൽ പി യു ബൈ എഫ് സി കെ ബി ഡിയും എക്സ് ആക്സിൽ എം യു ബൈ എഫ് സി കെ ബി ഡി സ്ക്വയറിൻ്റെയും വാല്യൂസ് ആണ് കൊടുത്തേക്കുന്നത്. ഇനി നോക്കിയാൽ മനസ്സിലാകും, താണ്ട് ഇവിടെ ഓരോ ലൈൻസ് ഉണ്ടല്ലോ, ഓരോ കേർവ്സ് ഉണ്ട്. അപ്പം ഈ കർവ് പറയുന്നതെല്ലാം ഇതാ ഇവിടെ അത് കാണാൻ പറ്റുമെന്നറിയില്ല, ജസ്റ്റ് നോക്കുക, നിങ്ങളുടെ ചാർട്ടിനകത്ത് നിങ്ങൾ കെയർഫുള്ളായിട്ട് നോക്കുക. ഈ കൊടുത്തിട്ടുള്ള ഓരോ കർവും, ഇത് ഫസ്റ്റ് കർവ്, ഇത് സെക്കൻഡ് കർവ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഈ ഓരോ കർവും റെപ്രസെൻറ്റ് ചെയ്യുന്നത് പി ബൈ എഫ് സി കെയുടെ വാല്യൂസ് ആണ്. ഇതിൻ്റെ വാല്യൂസ് ആണ് പി ബൈ എഫ് സി കെ. അതാണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് പി ബൈ എഫ് സി കെ. അപ്പോൾ പി ബൈ എഫ് സി കെ 0.02, 0.04, 0.08, 0.1, 0.12, 14, 18 ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇവിടം വരെ കർവ് ഉണ്ട്. അപ്പം ഈ ഓരോ വാല്യൂവും പറയുന്നത് പി ബൈ എഫ് സി കെയുടെ വാല്യൂ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യേണ്ടതും പി ബൈ എഫ് സി കെയുടെ വാല്യൂ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്ന അതിനാണ്. നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സിനെ കറസ്പോണ്ടിങ് ആയിട്ടാണ് പി ബൈ എഫ് സി കെ കണ്ടുപിടിക്കുന്നത്. സപ്പോസ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇപ്പോൾ പി യു ബൈ എഫ് സി കെ ബി ഡി, ഓക്കെ, അതിൻ്റെ വാല്യൂ 0.7 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 0.7ഉം പിന്നെ അതേപോലെ തന്നെ എം യു ബൈ എഫ് സി കെ ബി ഡി സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 0.2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ബൈ എഫ് സി കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം പി ബൈ എഫ് സി കെ, പി യു ബൈ എഫ് സി കെ ബി ഡിയുടെ വാല്യൂ 0.7ഉം എം യു ബൈ എഫ് സി കെ ബി ഡി സ്ക്വയറിൻ്റെ വാല്യൂ 0.2ഉം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പി ബൈ എഫ് സി കെ കണ്ടുപിടിക്കേണ്ടതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പി യു ബൈ എഫ് സി കെ ബി ഡിയുടെ വാല്യൂ 0.7 ആണെന്ന്. സോ 0.7 ആണ് ദാണ്ടിത്. സോ 0.7ൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ വരയ്ക്കുക. അപ്പം ഇതെന്ന് പറഞ്ഞാൽ വരയ്ക്കുകയല്ല, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താണ് നോക്കണം. നിങ്ങൾ സ്കെയിൽ വെച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ലൈറ്റായിട്ട് വരച്ച് നോക്കിയാൽ മതി, അല്ലാതെ എല്ലാത്തിനകത്തും ഇങ്ങനെ വരച്ചിടണ്ട. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ലൈൻ, നമ്മൾ സാധാരണ ഗ്രാഫൊക്കെ നോക്കൂലേ അതേപോലെ തന്നെ എക്സ് ആൻഡ് വൈ ആക്സിസ് വെച്ച് ഗ്രാഫ് നോക്കുന്നത് പോലെ തന്നെ. ദെൻ എം യു ബൈ എഫ് സി കെ ബി ഡി സ്ക്വയറിൻ്റെ വാല്യൂ 0.2 ആണ്. ഇതാണ് 0.2 എന്ന് പറയുന്നത്, ഇതാണ്. സോ 0.2ൻ്റെ വാല്യൂ ഇതാണ്. രണ്ടുകൂടെ കൂട്ടിമുട്ടുന്ന കർവ് എന്ന് പറയുന്നത് ഏത് കർവാണ്? ദാണ്ടേ ഈ ഒരു കർവാണ്. ദാണ്ടേ ഈ ഒരു കർവിലാണ് രണ്ടുകൂടെ കൂട്ടിമുട്ടുന്നത്. അത് ഏതാണ്? ഇവിടെ ഒരു പി ബൈ എഫ് സി കെ വാല്യൂ ഈ കർവിനുണ്ടാകും. സപ്പോസ് അത് എന്താണ്, അപ്പം 2, 4, 6, 8, 1, 2, 4, 6, 8, 2, 2.2, 2.4, 2.6. ഓക്കെ, അപ്പോൾ പി ബൈ എഫ് സി കെൻ്റെ വാല്യൂ 0.26. ഓക്കെ ആണല്ലോ, 0.26 ആയിരിക്കും. സോ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കുന്നത്? പി കണ്ടുപിടിക്കുന്നത്. പി കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് എന്താണ്? പി ഈസ് ഈക്വൽ ടു എഫ് സി കെ ഇങ്ങോട്ട് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 0.26 ഇൻറ്റു എഫ് സി കെ. അത് ക്വസ്റ്റ്യനിൽ എന്തായാലും ഉണ്ടാകും. അങ്ങനെ പെർസെൻറ്റേജ് കിട്ടി. ക്ലിയർ ആയോ പറഞ്ഞത്? സോ ഈ ഒരു സ്റ്റെപ്പാണ് ഇനി ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചാർട്ടും ഉണ്ട്, പി യു ബൈ എഫ് സി കെ ബി ഡി ഉണ്ട്, എം യു ബൈ എഫ് സി കെ ബി ഡി സ്ക്വയറും ഉണ്ട്. ഓക്കെ, നമ്മളുടെ നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് കിട്ടിയ വാല്യൂ, പി ബൈ എഫ് സി കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.011 എന്നാണ്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്പം സപ്പോസ് എല്ലാവർക്കും കറക്റ്റായിട്ട് ഈ ലൈൻസുകൾ തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ ചിലവർക്കും ചില വാല്യൂസ് വെച്ച് കിട്ടുന്നതുണ്ട്, ഈ രണ്ട് ലൈനിൻ്റെ ഇടയ്ക്കായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹയർ വാല്യൂവിൻ്റെ എടുക്കുക, പി ബൈ എഫ് സി കെ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ പി ബൈ എഫ് സി കെയുടെ വാല്യൂ 0.011 ആണ്. അതിനകത്ത് പി വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 0.11 ഇൻറ്റു എഫ് സി കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 20 ആയിരുന്നു. ദെൻ നമുക്ക് കിട്ടിയ പി വാല്യൂ എന്ന് പറയുന്നത് 2.2% എന്ന് കിട്ടി. ദെൻ എ എസ് സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ പി ഇൻറ്റു ബി ഡി ബൈ 100 എന്നായിരുന്നു. പി 2.2 കിട്ടി. ബിയും ഡിയും നമുക്ക് ക്വസ്റ്റ്യനിൽ അറിയാം. 300/600 ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു
3960 mm² എന്ന് കിട്ടി. ഓക്കെ, അത്രയുമാണ് നമുക്ക് ആ ചാർട്ട് ഉപയോഗിച്ച് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു ഡയമീറ്റർ ബാർ അസ്യൂം ചെയ്യുക. ദെൻ നമ്പർ ഓഫ് ബാർ എന്ന് പറയുന്നത് AHC/A5. A5 എന്ന് പറയുന്നത് നമ്മൾ ഏതാണ്, ഇവിടെ 26 ആണ്, π/4 × 26² അങ്ങനെ വെച്ചിട്ട് A5 കണ്ടുപിടിച്ചു. ദെൻ നമ്പർ ഓഫ് ബാർ കണ്ടുപിടിക്കാൻ ASC എന്ന് പറയുന്നത് നമ്മൾ കാണാം ഇവിടെ കിട്ടിയ ഈ വാല്യൂ 3960 ഡിവൈഡ് ബൈ A5 എന്ന് പറയുന്നത് നമ്മൾ എടുത്ത റീഇൻഫോഴ്സ്മെൻറ്റ്, ഏത് ഡയമീറ്ററുള്ള ബാറാണോ എടുത്ത അതിൻ്റെ ഏരിയ, ഒരു ബാറിൻ്റെ ഏരിയ ആണ്, ഡിവൈഡ് ചെയ്യുന്നു. നമുക്കിവിടെ കിട്ടിയത് 7.45. നമുക്കതിനെ റൗണ്ട് ചെയ്തു 8ലേക്ക് റൗണ്ട് ചെയ്തു. അപ്പം പ്രൊവൈഡ് 8 നമ്പർ ഓഫ് 26 mm ഡയമീറ്റർ ബാർസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഓഫ് ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പഴയ ചെയ്തത് മാതിരി ഡയമീറ്ററും പിച്ചും സെലക്ട് ചെയ്യുക. ഡയമീറ്ററിനകത്ത് 2 കണ്ടീഷൻ പറയുന്നുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് D = 1/4 ലോഞ്ചിറ്റ്യൂഡിനൽ ഡയമീറ്റർ. 1/4 ലോഞ്ചിറ്റ്യൂഡിനൽ ഡയമീറ്റർ നമ്മൾ എടുത്തത് 25 ആണെങ്കിൽ 25, 26 ആണെങ്കിൽ 27. നമ്മൾ ഏതാണോ ഡയമീറ്റർ സെലക്ട് ചെയ്തത് ഡയമീറ്റർ, സോ അതിനനുസരിച്ച് നമുക്ക് D 6.5 കിട്ടി. പിന്നെ 6 mm ദാറ്റ് ഈസ് കോൺസ്റ്റൻ്റ് ആണ്. ഇത് രണ്ടിലും ഒരിക്കലും കുറഞ്ഞു പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഒരു കൂടിയ വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു 8 mm ഡയമീറ്റർ ബാർ. ദെൻ പിച്ച് സെലക്ട് ചെയ്യുമ്പം 16 × ലോഞ്ചിറ്റ്യൂഡിനൽ ഡയമീറ്റർ ഓഫ് ബാർ. അപ്പം 16 × നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയമീറ്റർ ആയിട്ട് സെലക്ട് ചെയ്ത ബാർ, അതായത് തൊട്ട് മുന്നത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് കൊടുത്ത ബാറിൻ്റെ ഡയമീറ്റർ. സോ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 416 mm. ദെൻ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, ഇപ്പം ഏതാണോ നമുക്ക് തന്നിട്ടുള്ള ആ ക്രോസ് സെക്ഷണൽ ഏരിയ അതിനകത്ത് ഏറ്റവും ചെറിയ വാല്യൂ, ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് 300 mm ആയിരുന്നു. ദെൻ 300 mm ഒരു കോൺസ്റ്റൻറ്റും ഉണ്ട്. സോ ഈ 3 എണ്ണത്തിൻ്റെ ഏറ്റവും മിനിമം വാല്യൂവിനെ സെലക്ട് ചെയ്യുക. 3 എണ്ണത്തിനകത്തെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 300 mm ആണ്. ഈ 300 mmനെക്കാട്ടിലും കുറച്ച് നമുക്ക് വാല്യൂസിനെ ചൂസ് ചെയ്യാം. 300 mm എന്ന് പറയും, അതിനകത്ത് ഈ 3 എണ്ണത്തിനകത്തെ മിനിമം വാല്യൂവിനെ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ 300 mm തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല, 290, 280 ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ 300 mm സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ പ്രൊവൈഡ് 8 mm ഡയമീറ്റർ ബാർ അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീറ്റെയിലിംഗ് ആണ്. നമുക്കറിയാം 4 മൂല ഫസ്റ്റ് ഫില്ല് ചെയ്യുക, ദെൻ ബാക്കിയുള്ള അകത്തെ പോർഷൻ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് 4 സൈഡിലും ഈക്വൽ ആയിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 4 സൈഡും ഈക്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് 8 ബാർസ് കൊടുക്കാനാണ്. അപ്പോൾ 8 ബാർസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, കോർണേഴ്സിലെല്ലാം ഫസ്റ്റ് ഫില്ല് ചെയ്തു. ഇനിയും ഞാൻ എന്താണ്ട് ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരെണ്ണം കൊടുത്തേ പറ്റുള്ളൂ. ദെൻ ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഇവിടെയും 3, ഇവിടെയും 3, ഇവിടെയും 3, ഇവിടെയും 3. സോ 4 സൈഡിലും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്തേക്കാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കാണ്. ദെൻ പുറത്തെ ബാറിനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ടൈസ് കൊടുത്തു, അകത്തെ ബാറിനെ ടൈ കൊണ്ട് കണക്ട് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പം പുറത്ത് 8 ബാർസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്, അകത്ത് ടൈ പ്രൊവൈഡ് ചെയ്ത 8 mm ഡയമീറ്റർ ബാർസ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആയിരുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ യൂണി ആക്സിയൽ കോളം ഡിസൈൻ ചെയ്യുന്നത്. ആകെപ്പാടെ നോൺ ഡൈമെൻഷണൽ പാരാമീറ്റേഴ്സ് സെലക്ട് ചെയ്യുക. നോൺ ഡൈമെൻഷണൽ പാരാമീറ്റേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം സ്യൂട്ടബിൾ ആയിട്ടുള്ള ചാർട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ചാർട്ട് സെലക്ട് ചെയ്യേണ്ട കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ചാർട്ട് കളക്ട് ചെയ്യുക. ദെൻ അതിനുശേഷം P/FCK വാല്യൂ ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കുക. ദെൻ P വെച്ചിട്ട് AST കണ്ടുപിടിക്കുക. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇത്രയുമേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റെപ്സുകൾ. വളരെ സിമ്പിളാണ്. പിന്നെ ഡീറ്റെയിലിങ്ങും. അപ്പോൾ നമ്മൾ എടുക്കുന്നത് അതായത് 2 സൈഡ് ഈക്വൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, 4 സൈഡ് ഈക്വൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് മാത്രം നോക്കുക. അതിനനുസരിച്ചിട്ടേ ഡീറ്റെയിലിംഗ് വരയ്ക്കാനും പാടുള്ളൂ. 2 സൈഡിലാണെങ്കിൽ 2 സൈഡിൽ മാത്രമേ കൊടുക്കാവൂ, 4 സൈഡ് ആണെങ്കിൽ 4 സൈഡ്സിലും കൊടുക്കണം. ഓക്കെ, ഈക്വൽ ആയിട്ട് വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ ആണല്ലോ. നമ്മൾ 2 പ്രോബ്ലം, ഒന്ന് റിവൈസിങ് പ്രോബ്ലം, ഒന്ന് നമ്മുടെ ആക്ച്വൽ പ്രോബ്ലത്തിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പ്രോബ്ലംസും നെക്സ്റ്റ് ക്ലാസ് നോക്കാം. ഓക്കെ, താങ്ക് യു.